നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് ബാലിനും ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം അവിടേക്ക് വന്ന സൗദാമിന് തന്റെ കഴുത്തിൽ കിടക്കുന്ന താലി ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ധർമ്മൻ എന്റെ കഴുത്തിൽ കെട്ടിയ താലിന്ന്. ഒരു നിമിഷം മണ്ഡപത്തിലിരുന്ന വധുവരെ ഞെട്ടിപ്പോയി. അപ്പം ധർമ്മന്റെ വിവാഹം മുമ്പ് കഴിഞ്ഞതാണോ എന്നൊരു ചിന്ത എല്ലാവരുടെ മനസ്സിലുണ്ടായി. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അതെ, നീ ഈ താലി ഉയർത്തി കാണിച്ചിട്ട് അത് ധർമ്മം കെട്ടിയതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. എല്ലാം കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ കഴുത്തിലൊരു താലി കാണും, അതിപ്പോ ആര് കെട്ടിയതാ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അല്ലാതെ നിന്റെ കൈ വേറെന്താ തെളിവാ ഉള്ളത്? ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും തെളിവ് വേണം. അല്ലാതെ ഈ താലി ഉയർത്തിക്കൊണ്ടൊന്നും ധർമ്മൻ ഒരിക്കലും നിന്റെ ഭർത്താവ് ആവുന്നില്ലെന്ന് പറയണം. അത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, ബാലേട്ടാ, ഇവര് വെറുതെ എന്തൊക്കെയോ കള്ളം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന നമ്മുടെ ധർമ്മന്റെ കല്യാണം മുടക്കാനായിട്ട് ഇതിനൊരിക്കലും കൂട്ടു നിൽക്കരുതെന്ന് പറയണം. ആ സമയത്ത് ആ പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞു, അല്ല, അവർക്ക് എന്താ പറയാനുള്ളതെന്ന് പറയട്ടെ ബാല. നീ കാര്യം അറിയുന്നതിന് മുമ്പ് ചാടി കളിച്ചിട്ട് കാര്യമില്ല. ഒന്നുമില്ലേലും ഞാൻ പെണ്ണിന്റെ അച്ഛനല്ലേ, ഞങ്ങൾക്കും ഇല്ലേ അറിയാനുള്ള അവകാശം. അവർക്ക് പറയാനുള്ളത് മുഴുവൻ അവര് പറയട്ടെ. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ എന്നാണെങ്കിൽ ഈ വിവാഹം നടക്കാൻ പോകുന്നുള്ളൂ. അതിനുമുമ്പ് ഈ വിവാഹമൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോഴേക്കും ബാലന് വല്ലാത്തൊരു ടെൻഷനെ. ബാലൻ പറഞ്ഞു, അല്ല, സത്യം പറ, നീ ആര് പറഞ്ഞിട്ടാ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നേ? ഞാൻ ആരും പറഞ്ഞിട്ട് വന്നല്ല ബാലേട്ടാ. എങ്കിൽ പിന്നെ എന്തിനാ ഈ കല്യാണം മുടക്കാൻ ശ്രമിക്കുന്നേ? ഞാൻ മുടക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, അതിന് വിശ്വസ്തമായ രീതിയിലുള്ള ഒരു തെളിവ് തരാൻ പറയണം. അപ്പോഴേക്കും സൗദാമിനി പറഞ്ഞു, അല്ല, വിശ്വാസ്യമായ ഒരു തെളിവല്ലേ ബാലേട്ടന് വേണ്ട? തെളിവ് ഞാൻ തരാമെന്നും പറഞ്ഞിട്ട് ബാഗ് തുറന്നു. ബാഗിനകത്തുനിന്ന് ഒരു ഫോട്ടോ എടുക്കണം. അതിനകത്ത് ധർമ്മനും പിന്നെ അവിടെ നിൽക്കുന്ന ആ സൗദാമിനി എന്നൊരു സ്ത്രീയും പിന്നെ കുഞ്ഞു കൊച്ച്, ഒരു ചെറിയ കൊച്ചാണ്. കൊച്ചിനെ എടുത്തു നിൽക്കുന്ന ഫോട്ടോസും കാണിക്കണം. കണ്ടോ, ഇതാണ്. ഇത് കൂടുതൽ എന്താ തെളിവാ വേണ്ടത്? എൻ്റെ മോന് കുഞ്ഞുനാളിലുള്ള ഫോട്ടോയാണിത്. ഞാനും ധർമ്മനും പിന്നെ എൻ്റെ മോനും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇത് കണ്ടിട്ട് ബാലനേട്ടൻ മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കാൻ പറയണം. അങ്ങനെ ബാലന്റെ കയ്യിലേക്ക് ആ ഫോട്ടോ കൊടുത്തു. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്നു. ഗോമതി ഈ ഫോട്ടോ കണ്ടു. ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ഞെട്ടലായിപ്പോയി. അതേസമയം മണ്ഡപത്തിൽ നിന്ന പെണ്ണിന്റെ അച്ഛനേക്ക് ഇത് കണ്ടു. ഓഹോ, അപ്പോഴേക്കും പീതാംബരം പറഞ്ഞു, അപ്പൊ അങ്ങനെയാണില്ലേ? ഇത് കൂടുതൽ ഇനി തെളിവ് എന്തേലും വേണോ ബാല? മോളെ എഴുന്നേക്കും മോളെ എന്ന് പറഞ്ഞിട്ട് പെണ്ണിന്റെ കയ്യെ പിടിച്ചിങ്ങ് എഴുന്നേപ്പിച്ചു. അപ്പൊ ഞങ്ങളെ എല്ലാരും ചതിക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അയ്യോ സാറേ, അങ്ങനൊന്നും പറയരുത്, ഞങ്ങൾ ആരും ചതിച്ചിട്ടൊന്നുമില്ല. പിന്നെ എങ്ങനെയാ ബാല, നിങ്ങളുടെ അളിയന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞല്ലേ? ഇതൊക്കെ മറച്ചു വെച്ചിട്ട് എന്റെ മോളെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചല്ലേ? ഞങ്ങളൊരു കേസ് ഫയൽ ചെയ്താണ്ടല്ലോ, ഇപ്പൊ എല്ലാവരും അകത്ത് പോയി കിടക്കൂന്ന് പറഞ്ഞു. അപ്പോഴേക്കും മണ്ഡപത്തിലേക്ക് ഓടിക്കേറി ബാലൻ പറഞ്ഞു, സാറേ ഇങ്ങനെയൊന്നും പറയരുത്, സാറ് പോവരുത്. ഇതൊക്കെ കള്ളത്തരോ, ആരോ മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയാ. ഇതൊന്നും വിശ്വസിക്കരുത്. ഇനിയും ഞങ്ങള് ഇത് കള്ളത്തരം ഒന്നും വിശ്വസിക്കണല്ലേ? തെളിവ് സഹിതം ആ പെൺകുട്ടി കൊണ്ടുവന്നിരിക്കുന്നേ. ആ കുട്ടിയുടെ അച്ഛൻ ധർമ്മനാന്നുള്ള കാര്യം മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ അവളുടെ കയ്യിൽ എങ്ങനെയാ ഫോട്ടോ വന്നു? ധർമ്മനും അവളും ഒക്കെ നിൽക്കുന്നേ. ആ സമയം മീനാക്ഷി പറഞ്ഞു, സാറേ, അതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ആർക്കാണെങ്കിലും ഉണ്ടാക്കാവുന്നല്ലേ ഉള്ളൂ. ഒരു ഫോട്ടോ ഒരാളൊപ്പം ഉണ്ടാക്കാനാണ് ബുദ്ധിമുട്ട്. മാമന്റെ ഒരു ഫോട്ടോ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതാരോ ക്രിയേറ്റ് ചെയ്തൊരു കാര്യമാണ്. ഇതൊന്നും വിശ്വസിച്ച് സാറ് പോവരുത്. ഈ കല്യാണം മുടങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇതൊക്കെ കേട്ടിട്ട് ആർട്ടിഫിഷ്യലാണെന്ന് വിശ്വസിച്ച് എൻ്റെ മോളുടെ ജീവിതം ഞാൻ തകർക്കണമല്ലേ? അത് ഞാൻ ഒരിക്കലും ഒരുക്കുമല്ല ബാല. എന്നാലും നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ബാലൻ വന്ന് ധർമ്മനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 100 നാവായിരുന്നല്ലോ. ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പം ധർമ്മനെ കുറിച്ച് നല്ല കാര്യങ്ങൾ തന്നെയാണ് കേട്ടത്. പക്ഷെ ഇത്ര ഒരുത്തന എൻ്റെ പെണ്ണിന് ഞാൻ കൊടുക്കുന്ന എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഈ ആലോചനയുമായിട്ട് പോലും ബാലിന്റെ അടുത്തേക്ക് ഞാൻ വരില്ലായിരുന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണിന്റെ കൈയും പിടിച്ചോണ്ട് പീതാമ്പരനും കൂടെ ഇറങ്ങാൻ തുടങ്ങണം. ആ സമയത്ത് ആര്യനെ അങ്ങോട്ടേക്ക് ഓടി വന്നു. ആര്യൻ വന്നിട്ട് പറഞ്ഞു, അയ്യോ സാറേ, പോവരുത്, ഞാനൊന്നും പറയുന്നൊന്ന് കേൾക്ക. ദേ, മാറി നിൽക്കുക അങ്ങോട്ട്. ഇനിയിപ്പം നിങ്ങൾ ആരൊക്കെ വന്ന് പറഞ്ഞാലും കയ്യെ കാലം വേണമെന്ന് പറഞ്ഞാലും ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല സാറേ. ഇത് ശരിയല്ല. കാരണം ഒരിക്കലും എൻ്റെ മാമൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. അങ്ങനെ മാമൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം. പിന്നെ നിന്നോടൊക്കെ എല്ലാം പറഞ്ഞിട്ടല്ലേ അയാളെല്ലാം കാണിച്ചു കൂട്ടി വെക്കുന്നു. ഒന്ന് പോടാ ചെക്കാന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണെ വിളിച്ചിട്ട് അങ്ങോട്ട് പോയി. ആരും എല്ലാവർക്കും മനസ്സിലായി ഇനിയിപ്പം പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ലെന്ന്. അതേസമയം നന്ദൻ ഒരു സൈഡിൽ മാറി നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ ചിരിയൊക്കെ ചിരിച്ച് അവിടെ നിൽക്കുവാണ്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടി വന്ന് പ്രശ്നം പരിഹരിക്കാൻ നോക്കുന്ന നന്ദനാണെങ്കിലോ നന്ദനൊന്നും മിണ്ടാതിരിക്കോ. അപ്പോഴേക്കും ഉദയഭാനു ശ്രീകലയോട് പറഞ്ഞു, എടി ശ്രീകലെ,
ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ലല്ലോ കാര്യങ്ങള്. പ്രശ്നം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതെ ഉദയേട്ടാ, കല്യാണം അങ്ങനെ മുടങ്ങുമോ? ആർക്കറിയാൻ മുടങ്ങുമോന്ന്. മുടങ്ങിയാലും ഇല്ലേലും നമുക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, അറിയാലോ. ആ പണം പോയത് പോയത് തന്നെയല്ലേ. ആ പണമെങ്കിലും കിട്ടുവാണെങ്കിൽ അതും കൊണ്ട് എന്തെങ്കിലും പ്രയോജനം എന്തോ ഉണ്ടായേനെ. ഇപ്പൊ പണവും ഇല്ല, അതും ഇല്ല, ഇതും ഇല്ലാത്തൊരവസ്ഥയിലല്ലേ കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും മീനാക്ഷിക്കും ശ്രീദേവിക്കും ഇത്രയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം മാമന്റെ വിവാഹം മുടങ്ങാന്ന് പറഞ്ഞ ചെറിയ കാര്യമില്ല. പെണ്ണിനെ വിളിച്ചോണ്ട് പെൺവീട്ടുകാർ പോയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്ത് അനന്തനും അച്യുതനും കൂടെ ബാലന്റെ അടുത്തേക്ക് വന്നു. ബാലന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഓഹോ, അപ്പം ബാലനും കൂടെ എല്ലാം അറിഞ്ഞിട്ടാണ് ഇവളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയല്ലേ. പിന്നീട് അനന്തൻ നേരെ അവളുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, സത്യം പറയടി, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? എന്റെ ധർമ്മന്റെ കല്യാണം മുടക്കാൻ വേണ്ടിട്ടല്ലേ? അപ്പോഴേക്കും അവള് പറഞ്ഞു, നിങ്ങളുടെ അനുജന്റെ കല്യാണം മുടക്കണമെന്നൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ എന്നെ മറന്ന്, എന്റെ കുഞ്ഞിനെ മറന്ന് വേറെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എന്റെ കുഞ്ഞിന്റെ അച്ഛനായി നിൽക്കുന്നേ. അയാൾ അങ്ങനെ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് മാത്രമല്ല, ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടി ഇനി തകരാൻ പാടില്ല. ധർമ്മന് ഇടിവെട്ടേറ്റ പോലെ നിൽക്കുക. എന്ത് ചെയ്യാൻ പറ്റും? ധർമ്മനുള്ള സത്യാവസ്ഥ പറഞ്ഞാൽ പെൺകുട്ടി അറിയില്ലെന്ന്. ആ സത്യം തന്നെയായിരുന്നു. അപ്പോഴേക്കും ആനന്ദും ആരിനെയും ഒക്കെ സ്റ്റേജിലേക്ക് എറിച്ചിട്ട് ധർമ്മനോട് ചോദിച്ചു, മാമ, ഈ കേട്ടിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടോ നിൽക്കുക? എന്താടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ? എന്തേലും കാര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയണ്ടല്ലേ? എനിക്ക് മനസ്സാ വാച കർമ്മണ അറിയത്തില്ലാത്ത കാര്യം ഇത്. എനിക്ക് നേരത്തെ ആരെയും അറിയത്തില്ല. ആ നിൽക്കുന്ന പെൺകുട്ടിയെ പോലും നേരത്തെ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ധർമ്മൻ ഇങ്ങനെ സങ്കടപ്പെടുവാണ്. അപ്പോഴേക്കും ആര്യം പറഞ്ഞ് വിഷമിക്കൊന്നും വേണ്ട മാമ. മാമൻ ധൈര്യമായിട്ടിരിക്കുക. ഇതിന്റെ പിന്നിൽ എവിടെയെങ്കിലും ചതി ഉണ്ടെങ്കിൽ നമുക്ക് ആ ചതി പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യാം. പക്ഷെ മാമന്റെ കല്യാണത്തെക്കാര്യം ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. ധർമ്മം പറഞ്ഞു, കല്യാണം പോവാണെ പോയിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. എല്ലാം കുറെ ആൾക്കാരെയൊക്കെ വിളിച്ചല്ലോ, വിളിച്ചവരുടെ എല്ലാം മുന്നില് ബാലണ്ണൊക്കെ തല കുണിച്ച് നിൽക്കേണ്ടി വന്നല്ലോ എന്ന് ഓർത്തിട്ടൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അത് കേട്ട് കഴിഞ്ഞപ്പോ ആര്യം പറഞ്ഞു, എന്നാലും മാമ, എനിക്കാണെങ്കിൽ നമുക്ക് തടയാൻ പോലും പറ്റില്ലല്ലോ. തടയുവാണെങ്കിൽ ഒരു പക്ഷെ ഇതിന്റെ പിന്നെ ചതി എന്താന്നൊക്കെ അറിയാമെന്ന് പറയാണ്. ഇത്തിരി കഴിഞ്ഞപ്പോ സൗദാമിനി മോനും കൂടെ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ബാലനെ പിന്നാലെ അങ്ങോട്ട് ചെന്നു. ബാലൻ ചെന്നിട്ട് സൗദാമിനി മാറ്റി നിർത്തിക്കൊണ്ട് ചോദിച്ചു, സത്യം പറ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേ? എനിക്കറിയണം നീ എന്തിനാ വന്നേന്ന്. സൗദാമിനി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ബാലേട്ട, കല്യാണം കൂടാനാന്ന്. കല്യാണം കൂടാൻ വന്നല്ലോ, നീ കല്യാണം മുടക്കാൻ വന്നല്ലേ? നിന്നെ ആരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെ? എന്നെ ആരും പറഞ്ഞു വിട്ടിട്ടൊന്നുമില്ല, വെറുതെ കള്ളത്തരം പറയണ്ട. നീ എന്റെ മുന്നിൽ നന്നായിട്ട് അഭിനയിക്കാന്ന് എനിക്ക് മനസ്സിലായി. ഈ വിവാഹം മുടക്കാൻ തന്നെയായിരുന്നു നിന്റെ പ്ലാന്. അത് നീ ചെയ്യുകയും ചെയ്തു. ഇനി നിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവൾ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. എന്റെ കുഞ്ഞിന്റെ അച്ഛനെ എനിക്ക് വേണം, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിൽ ധർമ്മന്റെ അടുത്തേക്ക് എന്നിട്ട് ബാലൻ ചേച്ചി പിന്നീട്, സത്യമാണ്ടോ ആ കേൾക്കണേ? നിനക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു മനസ്സിലുണ്ടോന്ന് ചോദിക്കണം. ഇല്ല അളിയ, അങ്ങനെ എന്തെങ്കിലും ഞാൻ പറയാതിരിക്കുവോ? എനിക്കറിയത്തില്ല, എനിക്ക് അവർ ആരാന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ ധർമ്മനും പറഞ്ഞു. ധർമ്മൻ അങ്ങനെ പറഞ്ഞപ്പോ ഗോമതിക്കൊക്കെ വിശ്വാസമായിരുന്നു. പക്ഷേ എങ്കിൽ കല്യാണം മുടങ്ങിയില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നിശ്ചയിച്ച് ഉറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടക്കണം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ധർമ്മം വേറെ വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ല. എത്ര കല്യാണാലോചന ഇങ്ങനെ മുടങ്ങി മുടങ്ങി പോയിക്കൊണ്ടിരിക്കണേ. ഇങ്ങനെ മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നത്തിൽ ചെന്ന് കലാശിക്കുള്ളൂ കാര്യം മനസ്സിലായി. പിന്നീട് ധർമ്മനോട് ബാലൻ പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഒരു പക്ഷേ ഈ മുഹൂർത്തത്തിന് മുമ്പ് ഈ ബാലൻ നിനക്കൊരു ആലോചന കൊണ്ടുവരുമെന്ന് പറയണം. ദേ ബാലേട്ട, വെറുതെ അതും ഇതും പറയണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. കല്യാണം മുടങ്ങിയത് തന്നെയാ. ഇനി എനിക്ക് പെണ്ണും പിടക്കോഴിയൊന്നും വേണ്ട. എനിക്ക് എവിടെ ഒരു സ്വസ്ഥത സമാധാനത്തോടെ ജീവിച്ചാൽ മതി. അല്ലേലും ഞാൻ ഇങ്ങനത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലില്ല. ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യത്തെക്കുറിച്ചല്ലേ ഇവരൊക്കെ ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നേ. എനിക്ക് മതിയായെന്നൊക്കെ പറയാണ്. അത് കേട്ടപ്പം ബാലിന് ഭയങ്കര സങ്കടമായിപ്പോയി. പക്ഷെ അതങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. എത്രയും പെടുത്ത കാര്യക്കുറിച്ച് തീരുമാനം ഉണ്ടാവണം. ഒന്നെങ്കിൽ നിശ്ചയിച്ച് ഉറപ്പിച്ച മുഹൂർത്തം തന്നെ കല്യാണം നടക്കണം. ഇനിയിപ്പോൾ എങ്ങനെ കല്യാണം നടക്കാനാ? പെണ്ണ് വേണമല്ലോ. അല്ലെങ്കിൽ എല്ലാവരും പറയണം കല്യാണം മാറ്റി വെച്ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എല്ലാവരും പറഞ്ഞു വിടുക തന്നെ ചെയ്യണം. അതേസമയം കൃഷ്ണമംഗലംകാർ ചില പ്ലാനുകളും പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ധർമ്മനെ അവരൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുമായിട്ടുള്ള കല്യാണം നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.